ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. റിയൽമി നാർസോ 20 Pro എന്ന ഫോണാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോണിന്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണിൽ നമുക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബോക്സ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഈ ഒരു ഫോണിന്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിൽ ഈ ഫോണിന്റെ ചില സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 65 വാട്ടിന്റെ സൂപ്പർ ഡാറ്റ് ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ആ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹീലിയോ G95 എന്നുള്ള ഗെയിമിംഗ് പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് 6GB റാം 64GB ഇന്റേണൽ വെർഷനാണ്. ഇതിന്റെ വില വരുന്നത് 14,999 രൂപയാണ്. ഇനി ഈ ഒരു ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഇതുപോലുള്ള ഒരു ബോക്സ് ആണ് വരുന്നത്. ഈ ഒരു ബോക്സിൽ ചില ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കേസും വരുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു കേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന്റെ താഴെയാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഫോൺ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. പിന്നെ അതിന്റെ താഴെ നമ്മുടെ ചാർജർ വരുന്നുണ്ട്. ഇതിന്റെ എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് 65 വാട്ടിന്റെ ചാർജറാണ്. ഈ ഒരു ഫോണിൽ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ബോക്സിൽ തന്നെ നമുക്ക് 65 വാട്ടിന്റെ ചാർജറും ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. പിന്നെ അതിന്റെ താഴെ സിം ഇജക്ടർ ടൂളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ ബോക്സിലുള്ള കണ്ടൻസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫോണിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് നൈറ്റ് എന്നുള്ള കളർ വേരിയന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോണിന്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഫോണിന്റെ ഫ്രണ്ടിൽ നമ്മൾ ബോക്സ് നിന്ന് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവ നമ്മൾ സെപ്പറേറ്റ് വേറെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ ഫിസിക്കൽ ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. പിന്നെ ഫോണിന്റെ താഴെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, മൈക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിം ട്രേ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ മുകൾ ഭാഗത്ത് ഒന്നും വരുന്നില്ല. ഈ ഫോണിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ആക്കിയിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഫോൺ നമ്മൾ ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ കഴിയും. എന്ന് വിചാരിച്ചിട്ട് വളരെ അധികം ബ്ലോട്ട്വേഴ്സ് ഒന്നും ഇതിലില്ല. എന്നാലും ചില ബ്ലോട്ട്വേഴ്സ് ഒക്കെ ഇതിലുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. IPS LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. AMOLED ഡിസ്പ്ലേ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബെസൽസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം ചെറിയ ബെസൽസ് ആണ് വരുന്നത്. പിന്നെ താഴെ ഒരു ആവറേജ് സൈസിലുള്ള ബെസലാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പം മാക്സിമം ബ്രൈറ്റ്നസ്സിലാണ് വരുന്നത്. ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഫൈനൽ റിവ്യൂവിൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പിന്നെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഗ്ലാസ് ബാക്ക് ബോഡി ഒന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമാണ്. അപ്പോൾ അധികം വെയിറ്റ് കൂടിയ ഒരു ഫോണൊന്നല്ല ഇത്. അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റുമായിട്ട് വരുന്ന ഫോണാണിത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാക്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 48 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും പിന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും ആണ് വരുന്നത്. ക്യാമറ ആപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ റിയൽമി ഫോണുകളിൽ കാണുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്പ് തന്നെയാണ് വരുന്നത്. ഇതിൽ നൈറ്റ് മോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സൽ മോഡ് വരുന്നുണ്ട്. പിന്നെ പ്രോ മോഡൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിലെടുത്ത ചില ക്യാമറ സാമ്പിൾസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി ക്യാമറ റിവ്യൂവിൽ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G95 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഫോണിലെ LPDDR4Xന്റെ റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പ്രോസസ്സറിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻ ഈ ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫൈനൽ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു നോക്കിയിരുന്നു. മീഡിയം സെറ്റിംഗ്സിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ ഫോണിൽ കിട്ടിയിരുന്നത്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം,
മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രോസസ്സറിൽ വന്നിരുന്ന മെയിൻ പ്രശ്നം അതിൽ ചെറിയ ഹീറ്റിംഗ് വന്നിരുന്നു എന്നുള്ളതാണ്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രോസസ്സറായിട്ട് നോക്കുമ്പോൾ ഹീലിയോ G95 വലിയൊരു വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഹീറ്റിംഗ് ഉണ്ടാവും എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഹീറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനൽ റിവ്യൂവിൽ അല്ലെങ്കിൽ ഗെയിമിംഗ് റിവ്യൂവിൽ പറയുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഫൈബർ കൂളിംഗ് എന്നുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സാർ വാല്യൂയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.99ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 0.934ഉമാണ്. 1.6ൻ്റെ താഴെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലൊക്കെ നമുക്ക് HD കണ്ടൻസ് സ്ട്രീം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ ക്യാമറ 2 API സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്യാം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. നിങ്ങൾക്കവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ തരക്കേടില്ലാതെ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്വൈപ്പ് ചെയ്യണം, എന്നാലേ ഓപ്പൺ ആവുള്ളൂ. ഫിംഗർ പ്രിന്റ് സെൻസർ പോലെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ഹോം സ്ക്രീനിലോട്ട് വരില്ല. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് ഓവർ വൈഫൈ എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനൽ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.